childhood friends. ये बताइए ये gimana lagi pelanggan saya കഷ്ടപ്പെട്ടത് പിന്നെ സ്കൂളിൽ ചേർക്കാൻ കണ്ട വഴി ഓടും അവിടെ ഒരു സ്കൂൾ ഉണ്ടായി വിദ്യാസാഗരം എന്ന് പറഞ്ഞിട്ട് അവിടെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് പെരുന്നാളായത് കൊണ്ടിട്ട് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രാവിലെ പെരുന്നാൾ ഞാൻ എണീക്കണത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ 5:30 മണിയായിട്ടുണ്ട് സമയം. എണീറ്റപ്പോൾ തന്നെ നേരെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുളിച്ചില്ലെങ്കിൽ പിന്നെ ആ ഒരു പണി ഭയങ്കര ലേറ്റായിട്ട് നടക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം പീരീഡ്സൊക്കെ ആയിട്ട് ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉഷാറൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ താഴത്തേക്ക് പോയപ്പോഴാണ് ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. ഞാൻ ഉമ്മയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കാക്കയായിരുന്നു കേട്ടോ. ഇക്കാക്ക ഞാൻ വരുമ്പോൾ ജോലി കുറച്ച് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിക്കനെല്ലാം ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സവാളയൊക്കെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വാട്ടാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലേ ദിവസം എല്ലാം ഞാൻ അരിഞ്ഞൊക്കെ വെച്ചേക്കാൻ കണ്ടിട്ട് വലിയ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. രാവിലെ നമുക്ക് പത്തിരിയും ചിക്കൻ കറിയാണ്, ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ബീഫൊന്നും മേടിച്ചില്ല കേട്ടോ. കാരണം ഇന്ന് നമുക്ക് ബീഫ് തിന്ന് മൊത്തം പല്ലൊക്കെ വേദന എടുക്കാനുള്ളതല്ലേ. അത് കാരണം ഞങ്ങൾ ചിക്കനാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഒരുപാട് പണിയും കാര്യങ്ങളും ഒന്നും വലിയ കാര്യത്തിന് ഉണ്ടായിരുന്നില്ല. എനിക്കിതാ ബിരിയാണിയുടെ ഗ്രേവി ഉണ്ടാക്കി ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. പിന്നെ തലേ ദിവസം ഉമ്മ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഞ്ചിക്കറി. സാധാരണ നമ്മളിവിടെ ഉമ്മ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഇഞ്ചിക്കറി സംഭവം ഉണ്ടാക്കാറില്ല. ഇവിടെ ഉമ്മ എല്ലാം പെരുന്നാളും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഉച്ചക്ക് നമുക്ക് അതൊക്കെയാണ് സ്പെഷ്യൽ. പിന്നെ ഞാനിക്കാക്ക് ഈദ് മുബാറൊക്കെ പറഞ്ഞ് അടുക്കളയിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞിപ്പെണ്ണ് എണീറ്റിട്ടുണ്ട് കേട്ടോ. എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടും കുഞ്ഞിപ്പെണ്ണാണ് ആദ്യം എണീറ്റത്. നെതാപ്പി എന്ത് ചെയ്തിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കണക്കിന് നെതാപ്പിനെ കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ കൂടിയിട്ട് കുളിപ്പിച്ച് വീട്ടിലിടാനുള്ള പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പെരുന്നാപ്പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ആർക്കും കൊടുക്കാണ്ട് കയ്യിൽ മടക്കി പിടിച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതാണ്. അത് പറഞ്ഞ് പിന്നെയും എനിക്ക് വിശന്നപ്പോൾ ഞാൻ പിന്നെ എടുത്ത് കഴിക്കാൻ കേട്ടോ. നെതാപ്പിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് കറക്കി എരിവെല്ലാം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നിട്ട് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ വെച്ചത്. അങ്ങനെ ഇതാ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറക്കിയതാണ്. അപ്പോൾ അതേ രണ്ടുപേരും കൂടി പോവാണ് കേട്ടോ. അപ്പോഴാണ് വിചാരിച്ചത് നെതാനും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് വിചാരിച്ചത് കേട്ടോ. എൻ്റെ ഐലൈനർ കാണാതായിട്ട് കുറേ ദിവസമായി. ഇന്നത് അന്വേഷിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മൂഡ് പോകും. അതുകൊണ്ട് നമ്മുടെ തൊട്ട് ബാക്കിൽ കടയുണ്ടല്ലോ, അവിടെ പോയി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇക്കാക്ക രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ ചേട്ടനെ കാണണ്ടായില്ല. കുറേ വിളിച്ച് ലാസ്റ്റ് ചേട്ടൻ വന്ന് നമ്മൾ ഐലൈനർ മേടിച്ചപ്പോൾ നെതാപ്പിക്കതേ ഈ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കും വാങ്ങിക്കാൻ കുതിയെ. അങ്ങനെ ഞാനും മേടിച്ച് കുഞ്ഞിപ്പെണ്ണിനും മേടിച്ച് ഞങ്ങളെല്ലാവരും പോകുന്നിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഞാൻ കിടന്ന് രാവിലെ എണീച്ചതിൻ്റെ ചെറിയ ക്ഷീണമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇക്കാക്ക അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ വന്നതിന് ഇക്കാക്ക പറഞ്ഞ് വേഗം ഡ്രസ്സൊക്കെ ഇട്ടാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വേഗം ഡ്രസ്സെല്ലാം ഇട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ. കുറേ ഷോർട്സിൻ്റെ വീഡിയോസാണ് എടുത്തുകൊണ്ടിട്ട് എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആകെ ഒരു ഫോൺ ഒരു ക്യാമറയിലേ ഉള്ളൂ. എല്ലാം കൂടി എങ്ങനെ നമ്മൾ എടുക്കണതും. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ ഡ്രസ്സ് ഇടിപ്പിച്ചത് ഞാനും എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ഡ്രസ്സെല്ലാം മൂരിയിട്ടിട്ട് ഉമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ എനിക്ക് വലിയ കാര്യത്തിന് വിശക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അപ്പാപ്പം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് വിശപ്പ് വരാനായിട്ട് ഒരു വഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നെയ്ച്ചോറൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിച്ച് നല്ലോണം സുഖമായിട്ട് കിടന്നുറങ്ങി. ചേട്ടനും ചേട്ടത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവരുടെ കൂടെ പോയിട്ടോ. കാരണം നമ്മൾ നാളെ ചെറിയൊരു ട്രിപ്പ് പോവാണ്. അതുകൊണ്ട് അവർ ഉമ്മയായിട്ട് പോയി. ഇപ്പം നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഗൈസ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം. എൻ്റെ വീട് പെരുമ്പാവൂർ മുടിക്കലാന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ആയിരുന്നു, ഇപ്പം അല്ല കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞൊരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് വീടൊക്കെ വിറ്റ് നമ്മൾ ഈ കോമ്പാറയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. നമുക്ക് അവിടെ നിന്നാണ് കേട്ടോ പള്ളിയിൽ നിന്ന് നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവാണ്. പോണ വഴിക്ക് നമ്മുടെ കാറാണ് തള്ളിക്കൊണ്ട് പോകുന്നത്. പോണ വഴിക്ക് പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ട് എത്തിയപ്പോൾ തന്നെ പെട്രോൾ തീർന്ന്. പിന്നെ ഒരിക്കൽ വന്നിട്ട് തള്ളി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി തന്ന്. അപ്പോൾ എന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരാൾ. തള്ളുമ്പോൾ നമ്മൾ അകത്തിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ സൈഡിൽ ഇറങ്ങി ഇങ്ങനെ
നിൽക്കുകയാണ്. ഇക്കാക്ക പെട്രോളൊക്കെ അടിച്ചിട്ട് വരാണ് കേട്ടോ. അങ്ങനെ പെട്രോൾ അടിച്ചതാ ഉമ്മ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതേ ഇക്കാക്ക ഉമ്മാനെ ഓരേന്നൊക്കെ പറഞ്ഞ് കളിയാക്കി രണ്ടുപേരും വണ്ടിയിലിരുന്ന് തല്ലുപിടിക്കണതാണ് ഈ കേൾക്കുന്നത്. വോയിസ് നിങ്ങൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. ഉമ്മ റെഡി ആയിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക പറയുകയാണ് പൗഡറൊക്കെ ഇട്ടിട്ട് ഉമ്മ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും തിരിച്ച് അങ്ങോട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോവാണ് ഗായ്സ്. കുറേ നാൾക്ക് ശേഷം ഞാൻ പഠിച്ച് വളർന്ന ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാൻ. ഞങ്ങളുടെ നാടല്ല, ഞങ്ങളുടെ എല്ലാത്ത നാട്ടിലേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എറണാകുളത്തായിരുന്നു കേട്ടോ. ഉമ്മച്ചിയുടെ വീട് എറണാകുളം. നമ്മൾ അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ. പെരുമ്പാവൂർ മുടിക്കലാണ്. ഈ വഴിയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. കാരണം കുറേ നടന്ന് ഓടിയും ചാടിയും നടന്നിട്ടുള്ള സ്ഥലങ്ങളും വഴികളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങോട്ടുള്ള എല്ലാ വീടുകളും സത്യം പറഞ്ഞിട്ട് നമ്മൾ അറിയിട്ടത് നമ്മുടെ വീട് എത്താറായി. നമ്മുടെ ഐഷായിത്താടെ വീട്, ബനുവിടെ വീട്, ചപ്പുടെ വീട്, അങ്ങനെ ഒരേ വീടുകളാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ആയിരിക്കും കേട്ടോ. സാബിത്താടെ പാത്തിയുടെ വീട് നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഹസനിക്കാടെ വീട്. ഇതാണ് നമ്മുടെ പാടം. നമുക്ക് സ്കൂളില്ലാത്തപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് നമ്മളിവിടെയാണ് കേട്ടോ. ഈ പാടത്താണ്. നമ്മുടെ കനാല്. നമ്മൾ ഈ കനാലിൽ പണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നു. ഇപ്പം വെള്ളമൊക്കെ കൊള്ളൂല അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇറച്ചി വാങ്ങിച്ച് വീട്ടിൽ നിന്ന് ഇറച്ചി എടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ ഇങ്ങനെ പോവാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് പൂരിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ആയിട്ട് നെതാടെ പ്രായം മുതൽ ഞാനിവിടെയാണ് കേട്ടോ. നെതാടെ പ്രായത്തിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങോട്ട് ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെ നടന്നിട്ട് ഞങ്ങൾ 3 പേരെയും കല്യാണം കഴിച്ചൊക്കെ വിട്ടത്. ഇതാണ് ഞങ്ങളുടെ വീട്. നേരെ തന്നെ കാണുന്ന വീടാണ് കേട്ടോ. ഇതാണ് അബു, എൻ്റെ കുഞ്ഞിലെ കൂട്ടുകാരൻ. ഞങ്ങൾ കളിച്ച് വളർന്നതാണ് കേട്ടോ. കണ്ടോ ഞങ്ങളപ്പോൾ ഞാൻ കട്ട പറയാൻ കേട്ടോ. മതിലിൻ്റെ അടിയിൽ ഇങ്ങനെ പുല്ലൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഒരു പുല്ല് പോലും വാപ്പ മുളക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. എന്നാൽ ഫുൾ എപ്പോഴും ക്ലീൻ ആക്കി ഇടായിരുന്നു കേട്ടോ. എല്ലാ തവണ വരുമ്പോൾ ഓരോ വിശേഷങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അടുത്ത വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുവില്ല. അങ്ങനെ പാടമൊക്കെ കണ്ടപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ ഉള്ള സമയത്തൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഈ പാടത്തിങ്ങനെ നടക്കാനും ഇരിക്കാനും വർത്താനം പറഞ്ഞിരിക്കാൻ. ഇപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചിങ്ങനെ ഒരു അലമ്പ് പോലെ ഇട്ട് ഒരുപാട് ഭായിമാർ. അപ്പോൾ ഇതാണ് ചപ്പു, സുലു, ബാനു. ചപ്പുടെ മോളാണ് കേട്ടോ. അത് അവൾ നല്ല നല്ല ഡാൻസൊക്കെ കളിക്കാനുള്ള റീൽസൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പു പറയാണ് വീഡിയോ എടുത്തോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഡ്രസ്സ് വന്നെന്ന് പറഞ്ഞെങ്കിൽ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാവാണ്. അപ്പോഴത്തേനും അബു വന്നിട്ട് നമുക്ക് പാടത്തൊക്കെ പോയിട്ട് വരാം, ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാന്നൊക്കെ പറയാണേ. കളിച്ച സ്ഥലം സ്കൂളിലും മദ്രസയിലും കണ്ട വഴി ഓടും. സ്കൂളിൽ പോവില്ല, മടിയായിരുന്നു. പാവം എന്തോരം കഷ്ടപ്പെട്ടത് പിന്നെ സ്കൂളിൽ ചേർക്കാനായിട്ട്. കണ്ട വഴി ഓടും. അവിടെ ഒരു സ്കൂളുണ്ടായി, വിദ്യാസദനം എന്ന് പറഞ്ഞിട്ട്. അവിടെ എത്രയും മുമ്പ് ഞങ്ങക്ക് നല്ല രസമായിരുന്നു കാണാനൊക്കെ അല്ലേടാ. അറിയാതെ കട്ടായി പോയി കട്ടാക്കി കളഞ്ഞ്. അത്യാവശ്യം നല്ലോണം സമയം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരേ എല്ലാ വീടുകളിലും കയറി എല്ലാവരെയും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പാടത്ത് പോകാൻ, ഒരുപാട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരേ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാൻ തോന്നുന്നുണ്ടായില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ സാബിത്താടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് കേട്ടോ. ഞാനും ചിഞ്ചും ഒരുപാടാണ് പാർട്ടി. നമ്മൾ ഏറ്റവും കൂടുതൽ വന്ന് നിൽക്കണതും സംസാരിക്കണതും എല്ലാം നമ്മൾ ഈ വീട്ടിലാണ് കേട്ടോ. നമ്മൾ അത്രയും കൂട്ടാണ്. എല്ലാം ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പോരാണ് കേട്ടോ. കുറേ സമയം കൂടി നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സമയം വൈകിയതുകൊണ്ടിട്ട് നമ്മൾ പോരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലായിടത്തും പോയി. ഇപ്പോൾ സമയം 9 മണിയായിട്ടാണ്. ഉമ്മച്ചിനെ വീട്ടിലിറക്കിയിട്ട് നമ്മൾ കയറിയൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് പോകുന്നതിന് ഇതൊക്കെ ഭയങ്കര ടയേർഡാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇക്കാക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളവിടെ വീട്ടിലൊക്കെ പോയത് കണ്ടപ്പോൾ. നെതാപ്പിക്ക് ഇഷ്ടപ്പെട്ടാ? നമ്മുടെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാ? നെതാപ്പിക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെന്താ ഉമ്മയുടെ അപ്പം കളിക്കണേന്ന് പറഞ്ഞ എന്റെ കളിക്കൂട്ടാരനാണ് കുഞ്ഞിലെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ. അപ്പൊ അത്രയൊക്കെയുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.